വീട്ടിലെ വളരെ പ്രിയപ്പെട്ട ആള് പോലെ തന്നെയാണ് നാട്ടിലും വളരെ പ്രിയപ്പെട്ട ആളാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം കൊല്ലം ചവറയിലായിരുന്നു അല്ലേ ബി.ജെ.പിയുടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അപ്പം അതിന്റെ ഒരു അനുഭവം അതൊന്ന് ഒരു നമ്മളോട് പറയാവോ? ഗംഭീര പോയി അതെ പോയി വോട്ടൊക്കെ ചോദിക്കേണ്ടി വന്നതും അതൊക്കെ അത് എന്തായിരുന്നു? ഗംഭീര അനുഭവമായിരുന്നു. ഉം, ഞാനും ലൈഫില് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഉം, ചുവടുവയ്പ്പായിരുന്നു. ഉം, ഉം, ഉം. ഞാന് ഈ കാർത്തിക ദീപം ഷൂട്ട് നടക്കുന്ന സമയത്ത് തൃപ്രയാർ വെച്ചിട്ടാണ് ആ ഈ ബി.ജെ.പിയിൽ ജോയിൻ ജോയിൻ ചെയ്തത്. ചെയ്തത്. ഓക്കെ. അപ്പം ബി.ജെ.പിയുടെ സ്റ്റേറ്റ് സെക്രട്ടറി നാഗേഷ് ഏട്ടൻ വഴിയാണ്. ഉം, ഉം, അപ്പം ഉം, അങ്ങനെ സുരേന്ദ്രേട്ടനെ പോയി കണ്ട് ഉം, തൃപ്രയാർ അവിടെ വെച്ചിട്ടാണ് ഉം. ബി.ജെ.പിയിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് കയറുന്നത്. പക്ഷെ ആയിട്ടുണ്ട്. അതിനുശേഷം ഉം. പരക്കെ ന്യൂസുകൾ കുറേ വന്നു. ഇങ്ങനെ ഓക്കെ. ഇലക്ഷന് മത്സരിക്കാം, വിവേക് ഗോപൻ ഇലക്ഷന് ബി.ജെ.പിക്ക് വേണ്ടി ഇലക്ഷന് മത്സരിക്കാം. പക്ഷെ ഉം, അങ്ങനെയുള്ള ഉം, സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ മനസ്സിലും ഇല്ലായിരുന്നു, പാർട്ടിയിലും ഇല്ലായിരുന്നു ഉം, എന്നാണ് എനിക്ക് ഉം, തോന്നുന്നത്. ഉം. അപ്പം അതിനുശേഷം ഒരുപാട് ന്യൂസ് വന്നു. ഇലക്ഷനോട് അടുപ്പിച്ചാകുമ്പോഴത്തേക്ക് ന്യൂസുകൾ വരുന്നത് വളരെ കൂടിക്കൊണ്ടിരുന്നു. അപ്പം ഉം. ഞാൻ എന്നോട് ഇന്റർവ്യൂ ചെയ്യാൻ വന്നവരൊക്കെ അന്ന് ഏഷ്യാനെറ്റ് ന്യൂസും അവരിവരൊക്കെ വന്നപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ അറിവിൽ ഇതുവരെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉം. ഇനിയിപ്പം അങ്ങനെ പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിൽക്കുമെന്ന് ഉം. പറഞ്ഞു. ഉം. അപ്പം അതിനുശേഷം പെട്ടെന്നൊരു ഈ ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ ഇലക്ഷൻ്റെ ബാക്കി എല്ലാ ഇപ്പം പാർട്ടികളിലും അനൗൺസ് ചെയ്തു. ഈ കാൻഡിഡേറ്റ്സിനെ അനൗൺസ് ചെയ്തതിന് ശേഷം ഒരുപാട് വൈകിയായിരുന്നു നമ്മുടെ ബി.ജെ.പിയുടെ അനൗൺസ്മെന്റ് ഒക്കെ വന്നത്. അപ്പം അതിന് പെട്ടെന്ന് സുപ്രഭാതത്തിൽ നോക്കിയപ്പോൾ ചവറയിൽ വിവേക് ഗോപൻ എന്ന് പറഞ്ഞിങ്ങനെ വന്നു. അപ്പോൾ ഞാൻ അത് ഈ പറഞ്ഞ പോലെ എനിക്ക് കുറേ പേര് എനിക്ക് വാട്സാപ്പിൽ അയച്ചു തന്നു. അപ്പം ആ. ഞാനത് ഫേക്ക് ന്യൂസ് ഇതേപോലെ ഒരുപാട് ഉം, വരുന്നുണ്ടല്ലോ, ഉം, അപ്പം ഉം, ഉം. അതായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ ശരിക്കും അവിടുന്ന് ഉം, കോള് വന്നു. ഉം. തടി ഇങ്ങനെ ചവറയിൽ മത്സരിക്കണം, അപ്പോൾ എന്നാ അവിടെ പ്രചരണത്തിൽ ഇറങ്ങാൻ പറ്റും എന്നുള്ള രീതി ചോദിച്ചു. പിന്നെ അപ്പം തന്നെ സീരിയലിലെ ഡേറ്റ്സ് ഒക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. തന്നു. ആ. പ്രചരണത്തിന് ഇറങ്ങി. പക്ഷേ വളരെ കുറച്ച് 10-14 ദിവസം മാത്രമേ ഉം. പ്രചരണത്തിന് ഉണ്ടായിരുന്നുള്ളൂ. ഉണ്ട്. ഓക്കെ. പക്ഷെ അതൊരു ഗംഭീര ആ. ആ. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തയും ഒരു ഉം. ഗംഭീര എക്സ്പീരിയൻസ് ആ. ആയിരുന്നു. കാരണം ലൈഫിൽ ഇന്നേ വരെ ഉം. അങ്ങനെ ഒരു സംഭവം നമ്മൾ ചിന്തിച്ചിട്ടില്ല. അതെ. പിന്നെ ചവറ അവിടുത്തെ ആൾക്കാർ തന്നെ നമുക്കുള്ള ആ ഒരു സ്വീകാര്യത എന്ന് ഉം. പറയുന്നത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഉം. അത്രയും ഉം. നമ്മളെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ ഉം. പറ്റുന്ന രീതിയിലുള്ള സ്വീകാര്യതയായിരുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഒരു ഒരു ഇൻസിഡന്റ് പറയാൻ പറ്റുമോ? എന്തെങ്കിലും? അവിടെ ഒരു ഉം. എനിക്ക് ഇപ്പോഴും അത് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത് ഉം. ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഉം. നമ്മളെ എന്തെങ്കിലും ഞാൻ ആ ഒരു ലെവലിലോട്ട് എത്തുമ്പോൾ അവിടെ ഒരു അമ്മ, ഉം. അവർക്ക് വീടും ഉം. കിടപ്പാടമൊന്നും ഇല്ലാന്ന് ഒന്ന് ആ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു. അപ്പം ഉം. ഞാൻ ഉം. അന്ന് അമ്മയോട് പറഞ്ഞു, ഞാനിപ്പം എന്തെങ്കിലും ഉം. കാരണവശാൽ ഞാൻ ജയിച്ച് വരുവാണെങ്കിൽ ഉം. ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ പല പ്രാവശ്യം അമ്മയെ കാണാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ഉം. നടന്നില്ല. അത് നടന്നില്ല. എവിടെയാണ് ആ സ്ഥലം എന്നുള്ളത് ആ. ഓക്കെ. കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. ഇപ്പം ഇതുവഴി പറയുവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഇന്റർവ്യൂ ആ കാണുവാണെന്നുണ്ടെങ്കിൽ വിവേകേട്ടനെ അത് കോൺടാക്ട് അപ്പം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എന്താ പറയാ, നിർഭാഗ്യവശാൽ ജയിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ഇപ്പോഴും അവിടെ പോകുന്നുണ്ട്. ഉം. ഉം. ഈ പറഞ്ഞ പോലെ ആൾക്കാർ നമ്മൾ കാരണം പരക്കെ ഒരു ന്യൂസ് ഉള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ആർട്ടിസ്റ്റുകളൊക്കെ പല സ്ഥലത്തും മത്സരിക്കുന്നുണ്ട്, ഉം. പല അതെ. പാർട്ടിക്ക് അതെ. വേണ്ടിയിട്ട് ആ. പല സ്ഥലത്തും മത്സരിക്കുന്നെങ്കിൽ അവർ ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഉം. അവർ അങ്ങോട്ട് പോവാറോ ഉം. പിന്നെ ഈ പാർട്ടിക്ക് വേണ്ടി നിൽക്കാറോ തിരിഞ്ഞു നോക്കാറോ ഒന്നുമില്ല. ഒന്നുമില്ല. അപ്പം അങ്ങനെ ഒരു സംഭവത്തിൽ നിന്ന് മാറി ചിന്തിക്കണം, ഉം. അതല്ലാണ്ട് പ്രവർത്തിക്കണം എന്ന് എനിക്ക് ഈ ആഗ്രഹമുണ്ട്. പൊളിറ്റിക്സിൽ വരുന്ന ഓൾറെഡി അവർക്കൊരു സ്റ്റാർഡം ഉണ്ട്. പക്ഷെ പൊളിറ്റിക്സിലും കൂടെ ഇറങ്ങുന്നത് ജനങ്ങളുടെയും കൂടെ കുറച്ചുകൂടെ ഒരു അതായത് അവിടെ നിന്ന് ഈ സ്റ്റാർഡം വെച്ചിട്ട് ജയിക്കാൻ വേണ്ടി നോക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഉം. എന്തായിരിക്കും ചേട്ടന്റെ ഒരു തീർച്ചയായും അഭിപ്രായം? അത് ഒരു പരിധി വരെ നമ്മളെ സ്വാധീനം ചെയ്യുന്നുണ്ട്. ഉം. കാരണം നമ്മുടെ ഇപ്പോൾ നമ്മളൊരു സ്റ്റാർ അല്ല എന്നുണ്ടെങ്കിൽ ഉം. തീർച്ചയായിട്ടും അവിടെ പോയി നിന്ന് മത്സരിച്ചിട്ട് അവിടെ നല്ല എവിടെ പോയി മത്സരിച്ചിട്ട് ഉം. നമുക്കൊരു കാര്യമില്ല. അതെ. 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 അപ്പം നമ്മളെ അമ്മമാരുടെയും ബാക്കിയുള്ളവരുടെയൊക്കെ മനസ്സിൽ നമ്മൾ ആ ഒരു ഉം. ഇടം നേടിയോണ്ട് ഉണ്ട്. മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് മത്സരിച്ചിട്ട് നമുക്ക് അത്രയും സ്വീകാര്യത കിട്ടിയത്. കിട്ടുന്നത്. പിന്നെ എന്തുകൊണ്ടായിരിക്കും പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങക്ക് പോവാനോ, എടുക്കാനോ അങ്ങനെ ഒന്നും സാധിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ ഒരു ഷൂട്ടിങ്ങിന്റെയും അതിന്റെ ഒരു അല്ല, തിരക്കിലോട്ട് ഞാനിപ്പോഴും പോകും. ഞാൻ പോകുന്നതുകൊണ്ടായിരിക്കും? മാസത്തിൽ ആ. 2 ദിവസം അല്ല ഇപ്പോഴും ഞാൻ പോകുന്നുണ്ട്. പറയുന്നത് മറ്റ് ആക്ടേഴ്സിനായിരുന്നാലും അവരാരും തിരിഞ്ഞു അത് നോക്കില്ല എന്ന് അവര് ഈ പറയുന്നതിന്റെ ഒരു പറഞ്ഞ പോലെ പല ഉദ്ദേശങ്ങളോടുകൂടി വന്നവരായിരിക്കാം. ഉം. ഉം. വേറെ പല ആവശ്യങ്ങളും വേറെ പല കാര്യങ്ങളുമായിട്ട് വന്നവരായിരിക്കാം. ഉം. അവരുടെ ഉദ്ദേശം അതോടുകൂടി തീരുന്നതായിരിക്കാം. ഉം. പിന്നെ ഉം. ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ നോക്കിയാൽ മതിയല്ലോ. ഉം. 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 അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴത്തെ നമ്മള് ഉം. ഇവിടെ നടക്കുമ്പോഴുള്ള പ്രശ്നം. ഈ ഉം. പറഞ്ഞ പോലെ മത്സരിച്ച് ജയിച്ചവരായിരുന്നാലും ഉം. ഈ പറഞ്ഞ പോലെ വാഗ്ദാനങ്ങൾ ആ ഒരുപാട് കൊടുക്കും. കൊടുക്കും. അതെ. ഈ അതെ. പറഞ്ഞ ഞാൻ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഉം. ഇവിടെ അത് ചെയ്യും, ഉം. മറ്റത് ചെയ്യും, മറിച്ച് ചെയ്യും. പക്ഷെ ഇതൊന്നും ഇവരാരും ചെയ്ത് ചെയ്ത് കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. അതെ. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. ഉം. എല്ലാ ഉം. പാർട്ടിയിലും മോശക്കാർ മാത്രമേ ഉള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. ഉം. നല്ല ആൾക്കാരുണ്ട്. ഉം. അപ്പൊ നല്ല ആൾക്കാർ ജയിപ്പിച്ച് അവർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. അതെ. അതെ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട്
യങ്സ്റ്റേഴ്സ് വരണം എന്നുള്ളതാണ്, മുമ്പിലോട്ട് വരണം എന്നുള്ളതാണ്. അപ്പൊ അവർക്കാവുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യാനുള്ള അതെ കേപ്പബിലിറ്റി, പല പല കാര്യങ്ങൾ മുമ്പോട്ട് കണ്ട് ചെയ്യാനും ചിന്തിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അപ്പൊ അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സിനെ മുമ്പോട്ട് കൊണ്ടുവന്ന് പല കാര്യങ്ങളും ചെയ്യിക്കണം എന്നുള്ളതാണ്. ചേട്ടാ ഇനിയും ഇലക്ഷന് നിൽക്കുവോ, മത്സരിക്കുവോ? തീർച്ചയായിട്ടും പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കും. മത്സരിക്കും. അങ്ങനെ എനിക്ക് ഇലക്ഷൻ നിന്നേ പറ്റുള്ളൂ എന്നുള്ളതൊന്നുമില്ല. പക്ഷെ നിന്നില്ലെങ്കിലും ഞാൻ ഈ BJP എന്തായാലും സ്ഥിരമായിട്ടുണ്ടാവും, ഒരിക്കലും മാറിപ്പോവാൻ പോകുന്നില്ല. ഇപ്പം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു മന്ത്രിയായി കഴിഞ്ഞാൽ, ഒരു മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ കേരളത്തിന് വേണ്ടി ഫസ്റ്റ് ചെയ്യുക? അതിപ്പം അങ്ങനെ നമുക്ക് എടുത്തടിച്ച പോലെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മള് എന്നാലും ഫസ്റ്റ് ചെയ്യുന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഈ പെട്ടെന്ന് ഓർമ്മ വന്ന ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ്. ഇവിടെ പല സ്ഥലങ്ങളിലും റോഡ് ഭയങ്കര മോശം, ഭയങ്കര മോശം. സിറ്റിക്കകത്തുള്ള വളരെ എന്താ പറയുക പ്രധാനപ്പെട്ട ഏരിയകളിലുള്ള റോഡുകൾ വരെ വളരെ മോശം. പക്ഷെ എന്നാൽ അതിനനുസരിച്ച് ഇവർ ഈ റോഡ് ടാക്സും കാര്യങ്ങളും ഒക്കെ കുറയ്ക്കുന്നുണ്ടോ? അതൊന്നുമില്ല. അതെല്ലാം വർഷങ്ങളനുസരിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന അല്ലാതെ ഒന്നും കുറയുന്നില്ല. എന്ത് സാധനമായാലും ഇപ്പൊ ഈ വീട്ടിൽ നമ്മളൊരു അരി പഞ്ചസാര മേടിക്കണമെങ്കിലും അത് ഓരോ ദിവസം കഴിയുന്നോറും അല്ലെങ്കിൽ ഓരോ മാസവും വർഷവും കഴിയുന്നോറും കൂടുന്നതല്ലാതെ ഒന്നും താഴോട്ട് വരുന്നില്ല. ചേട്ടൻ നേരത്തെ പറഞ്ഞു ഒരാള് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ ആക്ടിങ് അങ്ങനെ പോവുകയാണ്. അപ്പൊ പിന്നെ ജനങ്ങളുടെ കാര്യങ്ങൾ മറന്നു പോകും. അപ്പൊ ചേട്ടൻ ഇപ്പോ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഒരു സ്ഥലത്ത് മത്സരിച്ച് ഒരാൾ ആയെങ്കിൽ അപ്പൊ എങ്ങനെ ജനങ്ങളുടെ കാര്യം നോക്കി അതിനു വേണ്ടി നിൽക്കുമോ, വീണ്ടും ആക്ടിങ് അങ്ങനെ അതും കൂടെ കൊണ്ടുപോകും? കാരണം ഇപ്പം ഒരുപാട് ഇപ്പം മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികളുണ്ടല്ലോ. ഇപ്പം മുകേഷ്, അതാണ് ഞാൻ ചോദിച്ചത്, രണ്ടും കൂടി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. MLA ആണ്, അഭിനയിക്കുന്നുണ്ട്. അപ്പം പക്ഷെ ഗണേഷ് ഏട്ടനൊക്കെ ഗംഭീരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പാർട്ടി നോക്കാതെ കാര്യം പറയാം, അദ്ദേഹമൊക്കെ ആ പത്തനാപുരത്തൊക്കെ ഇനി ചെയ്യാൻ ബാക്കിയൊന്നുമില്ല, അത്ര ഗംഭീരമായിട്ട് അദ്ദേഹം, അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ജയിക്കുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം അഭിനയിക്കുന്നുമുണ്ട്. അപ്പം രണ്ടിനും നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതേ ഉള്ളൂ.